ഇന്ന് രണ്ട് കവിതകൾ വായിക്കേണ്ടായി. രണ്ടും ഡിവോഴ്സിനെ കുറിച്ചാണ്. വിവാഹബന്ധം വേർപിരിയുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന ഒരു സ്ത്രീയുടെ ചില കാര്യങ്ങളൊക്കെയാണ് ഈ കവിത. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ള ഒരു സ്ത്രീ വിവാഹമോചിതയായ ശേഷവും പാതിരാത്രിയില് അടുക്കളത്തോട്ടം വഴി മുൻ ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് കയറി അവിടുത്തെ വീട് പണി മുഴുവൻ എടുക്കുന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ കവിത. എഴുതിയത് അരുൺ പ്രസാദ് എന്നൊരു കവിയാണ്. അപ്പൊ ആ പഴയ ഭാര്യ ചെന്നിട്ട് വീടിനുള്ളിലെ വാടിയ ചെടികളൊക്കെ നനയ്ക്കും. കാരണം അത് അവള് തന്നെ പണം കൊടുത്ത് വാങ്ങിയതാണ്. നിലം തൂത്ത് തുടയ്ക്കും. 3 പ്രാവശ്യം തൂത്തിട്ട് 1 പ്രാവശ്യം തുടയ്ക്കും. അതിനെക്കുറിച്ച് ആ സ്ത്രീ കവിതയിൽ പറയുന്നത്, അങ്ങേര് നൽകിയ ഏറ്റവും നല്ല രതിമൂർച്ചയേക്കാൾ വലുതാണ് എനിക്ക് ഈ ശുചീകരണ പ്രക്രിയ എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. OCD ഉള്ള സ്ത്രീ. അവൾ അതിനുശേഷം അവൾക്കൊരു ഓർഡർ ഉണ്ട് അടുക്കളയിലെ സാധനങ്ങളൊക്കെ വെക്കാം. മല്ലി, മഞ്ഞൾ, മുളകിനൊക്കെ അതൊക്കെ ആ രീതിയിൽ അടുക്കി വെക്കും. പാത്രങ്ങൾ അടുക്കും, പുസ്തകങ്ങൾ പെറുക്കി വെക്കും, ലൈറ്റും ഫാനും ഓഫാക്കും, പൈപ്പ് അടയ്ക്കും, ഗ്യാസ് ഓഫ് ചെയ്യും എന്ന് തുടങ്ങി കുളിമുറിയിലെ നിലത്തെ മഗ്ഗെടുത്ത് ബക്കറ്റ് തൂക്കിയിടും, ചെരുപ്പുകൾ അടുക്കി പെറുക്കും. ഇങ്ങനെയൊക്കെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓർഡറിലാക്കുന്നതാണ് കവിത. ജോലിക്ക് വരുന്ന ഒരു സ്ത്രീ പണികൾ വൃത്തിയായി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആശങ്കപ്പെടും. എന്നിട്ട് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിൻവാതിൽ കൂടി തന്നെ ഇറങ്ങിപ്പോയിട്ട് പുലർച്ചെ സ്വന്തം വീട്ടിൽ പോയി കിടന്നിട്ട് ഉറങ്ങുമെന്നാണ് ഈ അരുൺ പ്രസാദിന്റെ കവിത. ആ കവിതയ്ക്ക് ജിസാ ജോസ് എഴുതിയ ഒരു തിരുത്ത് കവിതയാണ് രണ്ടാമത്തെ കവിത. ഭർത്താവുമായി വേർപിരിഞ്ഞ സ്ത്രീ തിരികെ ചെന്ന് ആത്മവിശ്വാസത്തോടെ പെരുമാറുന്നതാണ് ജിസയുടെ കവിത. ഡിവോഴ്സിന് ശേഷവും പഴയ ഭർത്താവിന്റെ വീട്ടിൽ അടിച്ചു തളിക്കാൻ പോകുന്ന OCD കുലസ്ത്രീയെ പറ്റിയുള്ള കവിത വായിച്ച ആവേശത്തിൽ എഴുതിപ്പോയത് എന്ന് തന്നെയാണ് ജിസ ഈ കവിതയെ പ്രസന്റ് ചെയ്യുന്നതും. അപ്പോ എന്റെ കൂടി പണം കൊണ്ടുണ്ടാക്കിയ വീട്ടിലേക്ക് ജിസയുടെ സ്ത്രീ പകൽ വെളിച്ചത്തിലാണ് കയറി ചെല്ലുന്നത്. ജിസയുടെ കവിതയിലെ സ്ത്രീ ഉമ്മറത്ത് അവൾ കസേര വലിച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് ആത്മവിശ്വാസത്തോടു കൂടി. എന്നിട്ട് ഭർത്താവിനോട് ഈ സ്ത്രീ കുടിക്കാൻ കുറച്ച് വെള്ളം ആവശ്യപ്പെടും. പക്ഷെ അവൾക്ക് പുച്ഛമുണ്ട്, ഈ വീട്ടിൽ വൃത്തിയൊന്നും ഇല്ല എന്നുള്ള. എന്നിട്ട് അവൾ ഇരുന്ന് പത്രം വായിക്കും. അപ്പൊ അവൾക്ക് കാണാം ഭർത്താവ് തന്നെ കൊതിയോടെ നോക്കുന്നത് കാണാം. പക്ഷെ അപ്പൊ അവൾക്കൊരു സന്തോഷമൊക്കെ ഉണ്ടായില്ല. പക്ഷെ മൈൻഡ് ഇല്ല. വലിയ വൃത്തിക്കാരനായിരുന്നു ഇവളുടെ ഭർത്താവ്. അപ്പൊ ഈ വീട് മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുന്ന വൃത്തിയേടായിരിക്കുന്ന കണ്ട് അവള് സന്തോഷിക്കും. എന്നിട്ട് കുടിക്കാൻ വാങ്ങിയ വെള്ളം അവിടെ വാടി നിൽക്കുന്ന റോസ് ചെടിക്ക് ഒഴിച്ചിട്ട് അവൾ ഇറങ്ങിപ്പോവും. എന്നിട്ട് അപ്പൊ അവൾ ഇറങ്ങി പോകുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വല്ലപ്പോഴും ചെടിയൊക്കെ നനയ്ക്കണമെന്ന് അന്തം വിട്ട് നിൽക്കുന്ന അങ്ങേരോട് പറഞ്ഞിട്ട് ഗേറ്റും മലർക്കെ തുറന്നിട്ട് ഞാനങ്ങ് പോകും. വേണേലാ തടിയൻ വന്ന് അടച്ചേച്ച് പോട്ടെ എന്നാണ് കവിത അവസാനിക്കുന്നത്. അരുണിന്റെ കവിത അവസാനിക്കുന്നത് പിറ്റേ ദിവസം ഇയാൾ എഴുന്നേൽക്കും, വീട് വലിച്ചു വാരിയിടും, അഴുക്ക് നിറയ്ക്കും, അടുക്കളയുടെ വാതിൽ ചാരിയിടും, ഉറക്കം നടിച്ചു കിടക്കും, അവൾ വരുമ്പോൾ കാതോർക്കും എന്നാണ്. ഭയങ്കര രസമായി തോന്നി എനിക്ക് ഈ 2 കവിതയും. കാരണം ഈ 2 തരം സ്ത്രീകളെ എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ ഏത് തരം സ്ത്രീയാന്ന്. ഞാൻ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ മാട് പോലെ കുറെ പണിയെടുക്കും, പക്ഷെ OCD ഒന്നുമില്ല. എങ്കിലും അഹംബോധം ഉണ്ട് എനിക്ക്, ഇതൊക്കെ ഞാൻ വേറെയും ചെയ്യണം. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടിയും ചിലത് ചെയ്യും. എനിക്ക് പക്ഷെ ശരിക്കും ആഗ്രഹം ജിസയുടെ കവിതയിലെ പോലത്തെ ഒരു സ്ത്രീ ആവാനാണ് ആഗ്രഹം. പൂർണ്ണമായിട്ട് ആവാൻ പറ്റിയിട്ടില്ല. അരുണിന്റെ കവിതയിലെ ഭർത്താവിനെ നോക്ക്, അയാൾ ഉറക്കം നടിച്ചു കിടക്കുകയാണ് അവൾ വരാൻ കാതോർത്തിട്ട്. അതെ, സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ച് തരാനൊക്കെ കൂടിയാണ് ചില പുരുഷന്മാർക്കെങ്കിലും ഭാര്യ എന്നാണ്. എന്നിട്ടും അയാൾ അവളെ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു. ഇത്ര അത്യാവശ്യം ഉണ്ടായിട്ടും ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നതോടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എല്ലാം ഉപേക്ഷിച്ച് വേറൊരു വീട്ടിൽ പോയിട്ട് ജീവിതം തുടങ്ങുക ചെയ്യുന്നത്. വിവാഹ ദിവസം മുതല് അവൾ ഒരു പുതിയ ജീവിതമാണ് തുടങ്ങുന്നത്, പുതിയ ശീലങ്ങൾ തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഈ OCD ആരംഭിക്കുന്നത്. ഞാൻ മെഡിക്കൽ OCDയെ പറ്റിയല്ല പറയുന്നത്, സ്ത്രീകളുടെ ചില നിരന്തര ശീലം കൊണ്ടുണ്ടാവുന്ന OCDയെ കുറിച്ചാണ്. ഒരു യന്ത്രം പോലെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങുകയാണ് ഈ സ്ത്രീകള്. മക്കളെ നോക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, തുണികൾ അടുക്കി പെറുക്കുന്നു. TV കാണുമ്പോൾ പോലും ഈ സ്ത്രീകൾ ഓരോന്നെടുത്ത് മടിയിൽ വെച്ചിട്ട് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ പച്ചക്കറി അരിയും, ചിലർ തുണി മടക്കും, പുട്ടിന് പൊടി കുഴയ്ക്കുക, അങ്ങനെയൊക്കെയാണ് ഈ സ്ത്രീകള്. എന്തിനേറെ പറയാ, ദോശ ചുടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഫേസ്ബുക്ക് നോക്കിയാൽ പോസ്റ്റ് ഇടുക, ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതാണ് ഒരു ആവറേജ് സ്ത്രീ. അങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ് OCDയിലേക്ക്, മെഡിക്കൽ ടേംസ് OCD അല്ല, അവളെ ആരൊക്കെയോ കൂടി ട്രെയിൻ ചെയ്ത് അങ്ങ് ആക്കി കളയുക ചെയ്യുന്നത്. അപ്പൊ വീട്ടമ്മയാണെങ്കിലും ജോലിയുള്ളവളാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് സ്ത്രീകളുടെ ഒരു ജീവിതമൊക്കെ വരുന്നത്. അപ്പോൾ ഈ കവിഭാവനയിൽ OCD ഉള്ള സ്ത്രീയെ വരച്ചിരിക്കുന്നത് വീട്ടുകാര്യങ്ങൾ, പണികൾ ചെയ്യുന്നതിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ള സ്ത്രീ ആയിട്ടാണ്. അല്ലാതെ കവി പോലും ഇവളെ വായിച്ച പുസ്തകം വീണ്ടും വീണ്ടും വായിക്കുന്ന സ്ത്രീ ആയിട്ടോ, അവളുടെ എഴുത്തുമേശ വീണ്ടും വീണ്ടും തുടയ്ക്കുന്ന സ്ത്രീ ആയിട്ടോ, കണ്ട വാർത്ത വീണ്ടും വീണ്ടും കാണുന്ന ആളായിട്ടോ, പേനയുടെ അടപ്പ് വീണ്ടും വീണ്ടും ഇടുന്ന ആളായിട്ടോ പറയുന്നില്ല. വീട്ടുജോലികളിലാണ് OCD. ശരിക്കും പറഞ്ഞാൽ വിവാഹശേഷം ഒരു സാധാരണ സ്ത്രീക്ക് വരുന്ന ഒരു മാറ്റമാണിത്.
ഒരു വിവാഹമോചനം ആവശ്യമായി വന്നാൽ ആലോചിച്ച് നോക്കൂ. ഒരുമാതിരിപ്പെട്ട സ്ത്രീകളുടെയൊക്കെ അവസ്ഥ വളരെ നിസ്സഹായായിരിക്കും. കാരണം വീടില്ല, ആയുസിന്റെ ആരോഗ്യത്തിന്റെ നല്ലൊരു ഭാഗം കുഞ്ഞുങ്ങളെ നോക്കാനും പ്രസവിക്കാനും വളർത്താനൊക്കെ വേണ്ടി, വീട് പരിപാലിക്കാനൊക്കെ വേണ്ടി അവൾ ചെലവാക്കി കഴിഞ്ഞു. അവളുടെ ജീവിതം തീർന്നു പകുതി. മിക്കവർക്കും ഒരു വരുമാനം പോലും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും സോഷ്യൽ കണ്ടീഷനിങ് കൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞാൽ അവൾ പാതിരാത്രിയിലൊക്കെ വന്ന് മതിൽ ചാടി വീട് പണി ചെയ്തു പോകേണ്ട ഒരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. OCD ഇല്ലെങ്കിലും ആ ഒരു ശീലം അവളൊരു യന്ത്രമാക്കി കഴിഞ്ഞു, ഏതോ ഒരു കമ്പനിയുടെ യന്ത്രം. എന്നാൽ ജിസയുടെ സ്ത്രീ എന്ന് വെച്ചാൽ അവനവനെ തിരിച്ചറിഞ്ഞവളാണ്, ആത്മവിശ്വാസമുള്ളവളാണ്, ചിലപ്പോൾ ജോലിയുള്ളവളായിരിക്കും ജിസയുടെ സ്ത്രീ. ശബരിമല കയറിയ കനകദുർഗയുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. കനകദുർഗ ഈ നാട്ടിലെ ഭൂരിഭാഗം വരുന്ന സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ചെയ്ത സ്ത്രീയാണ്. ശബരിമലയിൽ സംഘികളുടെയും അക്രമികളുടെയും കണ്ണ് വെട്ടിച്ച് കയറി തൊഴുതു. എന്നിട്ട് എന്ത് കാര്യം? തിരിച്ചു ചെന്നപ്പോ ഉള്ള അമ്മായിയമ്മയുടെ പട്ടിക കഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കനകദുർഗയ്ക്ക് കഴിഞ്ഞില്ല. ഇതാണ് ഒരു ശരാശരി സ്ത്രീയുടെ കേരളത്തിലെ അവസ്ഥ. ഇതിൽ കൂടുതലൊന്നും വിശദീകരിക്കാതെ തന്നെ അത് മനസ്സിലാവും. ശബരിമലയിൽ പോകാം, ഹിമാലയം കയറാൻ പോകാം, ചന്ദ്രനിൽ ചിലപ്പോൾ പോകാൻ പറ്റും. പക്ഷേ വീടെന്ന വ്യവസ്ഥാപിത ഇടത്ത് അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിൽ അമ്മായിമ്മയുടെ പട്ടിക കഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. OCD ഉള്ള ഒരു സ്ത്രീയിൽ നിന്ന് ജിസയുടെ സ്ത്രീയിലേക്കുള്ള ഒരു നടത്തമാണ് ശരിക്കും കനകദുർഗ നടത്തിയത്, അതിനുള്ളൊരു ശ്രമം. പക്ഷെ എന്താണ് സംഭവിച്ചത്? അവളെ ഇപ്പൊ ഡിവോഴ്സ് ചെയ്ത് വിവാഹമോചനം ചെയ്ത് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ഭർത്താവും വീട്ടുകാരും. സംഘികളൊക്കെ അത് കണ്ട് കൈയടിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവൾ ചെയ്ത കുറ്റം എന്താണ്? അവനവന്റെ തീരുമാനം അനുസരിച്ച്, ഇഷ്ടമനുസരിച്ച് ഒരു കാര്യം അവൾ ചെയ്തു. ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കനകദുർഗ തനിക്ക് ഇഷ്ടമുള്ള, തനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു. ഈ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതായിരിക്കും. ആ OCD-കാരി ഭാര്യയാണ് കനകദുർഗ ഇപ്പോഴും. അവൾ വിവാഹമോചനത്തിന് പോകുന്നില്ല, വേണ്ടെന്നാ പറയുന്നത്. ഭർത്താവിന് വേണമെന്നാണ് കനകദുർഗ ഇപ്പോഴും പറയുന്നത്. ഭർത്താവിനും എനിക്കും കൂടി ഒരു കൗൺസിലിംഗ് വേണമെന്നൊക്കെയാണ് കനകദുർഗ പറയുന്നത്. അതേ OCD-കാരി ഭാര്യ. ആദ്യ കവിതയിലെ OCD-കാരിയെ പോലെ ഉപേക്ഷിച്ച വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോഴാണ് പട്ടിക കൊണ്ട് അവരുടെ തല അവർ തല്ലി പൊളിച്ചത്. ഇതുപോലെ ചെന്ന് കയറിയപ്പോ എല്ലാ വീട്ടിലുമുള്ള മിക്കവാറും എല്ലാ സ്ത്രീകളും കനകദുർഗമാരാണ്. ഞാനും നിങ്ങളും ഒക്കെ പലപ്പോഴും കിടപ്പാടം നഷ്ടമാകുമെന്ന് ഭയന്ന് OCD-യിൽ ജീവിതം ജീവിച്ചു തീർക്കുന്നവർ. ഓരോ പെണ്ണിന്റെ ഉള്ളിൽ 1000 സ്വപ്നങ്ങൾ കാണും. പുറത്തു പറയാൻ പോലും ഭയന്ന് വീടിന്റെ സുരക്ഷിതത്വം നഷ്ടമാകുമെന്നൊരു പേടിയിലും ഭീതിയിലും OCD-യിൽ ജീവിതം കെട്ടിയിടുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകൾ. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന മെഡിക്കൽ കണ്ടീഷനാണ് അത്. എന്നാൽ കവിതയിലെ OCD ഒരു ശരാശരി സ്ത്രീയുടെ യഥാർത്ഥ ജീവിതമായിട്ടാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. കവിതയിലെ OCD-യെ ഞാൻ കാണുന്നത് നിരന്തര ശീലം കൊണ്ടും സാധന കൊണ്ടും ഗതികേട് കൊണ്ടും അങ്ങനെ ആയിപ്പോയൊരു സ്ത്രീയെ കുറിച്ചാണ്. ആ OCD-യെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ. ഒരു ശരാശരി സ്ത്രീയുടെ പച്ചയായ ജീവിതമാണ് ആ കവിത. സമൂഹത്തിന് ഇത്തരം OCD ഉള്ള സ്ത്രീകളെയാണ് ശരിക്കും ആവശ്യം. എന്നാലല്ലേ ചുറ്റുമുള്ളവരുടെ കാര്യമൊക്കെ ഭയങ്കര രസകരമായിട്ടും നന്നായിട്ടും നടക്കൂ. സുഖം വേണ്ടേ ജീവിതത്തിൽ എല്ലാവർക്കും? അതിനിങ്ങനെ OCD-കാരികളായ സ്ത്രീകൾ വീട്ടിൽ വേണം. ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കുന്ന സ്ത്രീകളെ ആർക്കും വേണ്ട. അവരെപ്പോഴും വീടിന്റെ വിളക്കായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ? ഉണർന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്നത് വരെ പണിയെടുത്തുകൊണ്ടേയിരിക്കണം. വീട് വൃത്തിയാക്കണം, അലമാര അടുക്കി പെറുക്കണം, തുണി മടക്കണം, മറ്റുള്ളവർ വാരി വലിച്ചിടുന്ന സാധനങ്ങൾ അതാത് സ്ഥലത്ത് പെറുക്കി വെക്കണം, അടുക്കള ഒരു പൂങ്കാവനമാക്കി വെക്കണം എല്ലാ സമയത്തും, പാത്രങ്ങൾ കഴുകണം, ചെടി നടണം, മുറ്റം മനോഹരാക്കണം, പറ്റുകയാണെങ്കിൽ ഒരു പച്ചക്കറിത്തോട്ടം കൂടി ഉണ്ടാക്കണം എന്നാണ് നാട്ടുനടപ്പ്. ഇതിൻ്റെയൊക്കെ കൂടെ ജോലിക്ക് പോയി പൈസയും കൂടി കൊണ്ടുവന്ന വളരെ സന്തോഷം, മാതൃകാ ഭാര്യവും. ഒരു ശരാശരി സ്ത്രീ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിനക്ക് ഇവിടെ എന്തിന്റെ കേടാ, നിനക്ക് ഇവിടെ എന്ത് പണിയുള്ളതെന്നാണ് ഒരു സ്ത്രീയോട് സ്ഥിരം ആളുകൾ ചോദിക്കുന്നത്. ഒരു വിവാഹമോചനം ആവശ്യമായി വന്നാൽ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്നത് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും ശരിക്കും. കാരണം അടിപൊളിയായിട്ട് പഠിക്കുകയും മിടുക്കിയായിരുന്ന ചില പെൺകുട്ടികൾ വിവാഹത്തോടെ, ചിലരെങ്കിലും, എല്ലാവരെയും കുറിച്ച് ജനറലൈസേഷൻ അല്ല, വിവാഹം നടന്ന ദിവസത്തിൽ നിശ്ചലമായി പോയിട്ടുണ്ടാവും. പിന്നീട് അവർക്കൊരു തുടർ ജീവിതം ഇല്ല. പിന്നെ അവർ പഠിച്ചിട്ടുണ്ടാവില്ല, ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടാവില്ല, എന്തിനേറെ ഒരു വാർത്ത പോലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ലോകം നിശ്ചലമായി പോയിട്ടുണ്ടാവും. അപ്പോ ആ സാഹചര്യത്തിൽ ഒരു വിവാഹമോചനം വരുമ്പോൾ എങ്ങോട്ട് ഇറങ്ങിപ്പോകണം എന്ന് അവർക്കറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ തുടർന്ന് ജീവിക്കുന്നറിയില്ല. അപ്പോൾ ഈ എന്താ പറയാ, സ്ത്രീകളെ, പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾ എല്ലാവരും സ്വപ്നങ്ങൾ കാണണം. വിവാഹശേഷം ആരുടെയും ജീവിതം അവസാനിക്കുന്നില്ല. തുടർന്ന് പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. എന്ന് ഇറങ്ങി പോകേണ്ടി വന്നാലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് വേണം. അല്ലാതെ OCD കാരണം തിരിച്ചു വന്ന് ഭർത്താവിന്റെ വീട്ടിലെ നിലം തുടക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത്. ഈ കുലസ്ത്രീ പട്ടത്തിനും ആളുകളുടെ നല്ല കുട്ടി സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടി ഹോമിച്ച് കളയാനുള്ളതല്ല
ഹോമിച്ച് കളയാനുള്ള ഒരു OCD ഒന്നും അല്ല സ്ത്രീകളുടെ ജീവിതം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം, യാത്രകൾ പോകണം. വീട്ടുകാരെ കൂടെ ഇഡ്ഡലിയും ചോറും ഒക്കെ പൊതിഞ്ഞ് കെട്ടി ഗുരുവായൂർക്ക് പോകുന്ന യാത്രയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഭാരം ഇല്ലാതെ എന്താ പറയുക, ഇങ്ങനെ സഞ്ചരിക്കണം, ലോകം മുഴുവൻ കാണണം. എല്ലാ സ്ത്രീകളും അരുൺ പ്രസാദിന്റെ OCD സ്ത്രീയിൽ നിന്നും നടന്ന് ജിസയുടെ സ്ത്രീയിൽ എത്തി നിൽക്കുന്ന ഒരു കിണാശ്ശേരിയാണ് എൻ്റെ സ്വപ്നം. വരൂ സ്ത്രീകളെ, നമുക്ക് ഒന്നിച്ച് നടക്കാം ജിസയുടെ OCD ഇല്ലാത്ത സ്ത്രീയിലേക്ക്. വരൂ.